നമസ്കാരം സാർ. സാർ, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പൊതുജനപക്ഷെ ഇതുവരെയും പൂർണ്ണമായി വയ്ക്കാത്ത ഈ റിപ്പോർട്ട് ഒരുപാട് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം സാമൂഹ്യനീതി നടപ്പാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് സാർ, അതായത് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും ആചാരങ്ങളെയും നേതൃത്വത്തെയും അവഹേളിച്ചാൽ നിയമ നടപടി എന്ന് പറയുന്നത്. ബാക്കി ആരും ഇവിടെയില്ല. വലിയ വിവാദങ്ങൾക്ക് തിരികെ കൊടുത്തിരിക്കുന്നു. എന്താണ് അതേക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത്? അല്ല, ഈ ഒരു ജഡ്ജിയെ ഒരു കമ്മീഷനായിട്ട് വെക്കുമ്പോൾ കമ്മീഷനായി വെക്കുന്ന ഗവൺമെൻറ്റും ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങൾക്കല്ലേ വേണ്ടിയല്ലേ നടക്കുന്നത്. ഒരു ജഡ്ജിയെ വയ്ക്കുമ്പോൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? നീതിബോധമുള്ള ഒരു റിപ്പോർട്ട് അല്ലേ? അതെ. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചാൽ നീതിബോധമുള്ള റിപ്പോർട്ട് വരണമെന്നില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തസ്തികയിലിരിക്കുന്ന ഒരാളിനെ വെച്ചിട്ട് IAS തന്നെ വെച്ചാൽ പോലും അതാകണമെന്നില്ല. ഇല്ല. ഒരു ജഡ്ജിയെ വയ്ക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നീതിബോധമുള്ള റിപ്പോർട്ടാണ്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പത്രത്തിൽ വന്ന വാർത്തകൾ മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ഈ പത്രത്തിലെ വാർത്തകൾ അതൊരു ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം ദുഃഖിപ്പിക്കാനുള്ള കാരണം ഈ ജെ.ബി. കോശി, അദ്ദേഹത്തിന് ജസ്റ്റിസ് ജെ.ബി. കോശി ഞാൻ പറയാത്തതിൻ്റെ കാര്യം ഈ റിപ്പോർട്ട് വായിച്ചുകൊണ്ടാണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിബോധമുള്ളവനായിട്ട് ജസ്റ്റിസ് എന്ന് വിളിക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല. അതാണല്ലോ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അല്ല, ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ആ പദവി അദ്ദേഹത്തിന് എത്രമാത്രം അനുയോജ്യമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് പോകും. മോശമാണെന്നല്ല പറഞ്ഞത്. ഉദാഹരണത്തിന് മാതൃഭൂമി വന്ന റിപ്പോർട്ടാണ്. മാതൃഭൂമിയിലെ വന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ 2026 മാർച്ച് 2 മാതൃഭൂമിയിലെ റിപ്പോർട്ട് സാറിന് പറഞ്ഞത്. അതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന്, ഈ മാതൃഭൂമി റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചാൽ നടപടി വേണം. ഇതാണ് സാറേ റിപ്പോർട്ട്. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചാൽ നടപടി വേണം. ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിന് ഞാൻ യാതൊരു മൂല്യവും കൊടുക്കുന്നൊരു പത്രമല്ല. അതിൻ്റെ പത്രാധിപർക്ക് ഞാൻ ഒരു മൂല്യവും കൊടുക്കുന്നില്ല. അവജ്ഞയോടെ കാണുന്നൊരു പത്രമാണിത്. ഇത് വായിക്കേണ്ടതുകൊണ്ട് വായിക്കുന്നതാണ്. ചർച്ചയ്ക്ക് ഇത് വായിക്കണോ, അല്ലെങ്കിൽ എനിക്കിത് പറയാനൊക്കത്തുള്ളൂ. അല്ല, മാതൃഭൂമിയുടെ എനിക്കൊരു ബഹുമാനമില്ല. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിലായിരിക്കണം ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട്, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചാൽ നടപടി എടുക്കണമെന്നാണ്. അപ്പം മറ്റ് വിശ്വാസങ്ങളെ അവഹേളിച്ചാൽ നടപടി എടുക്കണ്ടേ? ഏത് വിശ്വാസത്തെ അവഹേളിച്ചാൽ നടപടി എടുക്കണ്ടേ സാറേ? ഒന്നാലോചിച്ച് നോക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം വന്നിരിക്കുന്നത്, ഇത് കൊടുത്തിരിക്കുന്നത്, ഇനി മനോരമ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മനോരമ അതും 2026 മാർച്ച് 2 മനോരമയിൽ റിപ്പോർട്ട് ഇതാണ്. മാതൃഭൂമിയിലെ റിപ്പോർട്ട് ഞാൻ കാണിച്ചത്. അപ്പോൾ മനോരമ വളരെ തന്ത്രം, അവർ നല്ല കച്ചവടക്കാരൻ. അതുകൊണ്ട് ആ കച്ചവടം നേരത്തെ തന്നെ അവർക്കറിയാം. പഴയ തന്നെ ട്രേഡേഴ്സ് ആണല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്നത്, പട്ടിക വിഭാഗത്തിനുള്ള ആനുകൂല്യം ദളിത് ക്രിസ്ത്യാനികൾക്കും വേണം. പട്ടിക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദളിത് ക്രിസ്ത്യാനികൾക്ക് നൽകണമെന്നാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പട്ടിക വിഭാഗത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തു ക്രൈസ്തവരായവർക്കായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ. അത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നതുപോലെ ഇതിന് പ്രത്യേക കമ്മീഷനാണ് പറയുന്നത്. സാറേ, കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും പരിവർത്തനം ചെയ്തവരല്ലേ? അല്ലേ? അതെ. പരിവർത്തന ഡേറ്റ് മാത്രമല്ലേ വ്യത്യാസം വരുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇല്ല, മാറ്റമില്ല. പരിവർത്തനം ചെയ്തവരേ ഉള്ളൂ. ഇവിടെ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തവരാണ് കേരളത്തിലെ സകല ക്രൈസ്തവരും മുസ്ലിങ്ങളും. അതിനകത്ത് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ പരിവർത്തനത്തിൻ്റെ ഡേറ്റിലല്ലേ വ്യത്യാസമുള്ളൂ, പിന്നെ പരിവർത്തനത്തിൻ്റെ വിഭാഗത്തിലും. അപ്പോൾ ദളിത് വിഭാഗത്തെ പരിഗണിക്കണം, അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ദളിതരെ ഹിന്ദുക്കളെ പോലെ തന്നെ അടിച്ചമർത്തുകയാണ് ക്രൈസ്തവരും ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനെ, പിന്നെ കുമാരഗുരുദേവൻ, അദ്ദേഹം ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മർത്തോമ സഭയിലാണ് ചേർന്നത്. അവിടെ ചെന്നപ്പോൾ സഭയിലും കയറി പ്രാർത്ഥിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല, പള്ളി കയറാൻ പറ്റുകയില്ല. ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പുലപ്പള്ളിയും പറപ്പള്ളിയും ഉണ്ടായിരുന്നു. അതാരെ ഹിന്ദുക്കളാണോ കാണിച്ചത്? ക്രൈസ്തവരെ അവിടേക്ക് പരിവർത്തനം ചെയ്തു വന്ന ആളുകളോട് കാണിച്ച നീതികേടല്ലേ അത്? ആ നീതികേടിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ക്രൈസ്തവരല്ലേ, പൊതുസമൂഹമൊന്നും ചെയ്യേണ്ടത്? ഹിന്ദുക്കൾ നീതികേട് കാണിച്ചാൽ ഹിന്ദുക്കൾ പരിഹാരം ഉണ്ടാക്കണം, മുസ്ലിങ്ങൾ കാണിച്ചാൽ അവരുണ്ടാക്കണം, ക്രൈസ്തവർ കാണിച്ചാൽ അവരല്ലേ ചെയ്യേണ്ടത്? അവസാനം എന്ത് ചെയ്തു? പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹം ബൈബിള് കത്തിച്ചു. സാറിനറിയോ, തിരുവല്ല പട്ടണത്തിൽ ബൈബിൾ കത്തിച്ചു. എന്നിട്ട് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മോചനം കിട്ടില്ല, നമ്മൾ ക്രൈസ്തവരായിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ട് ഒരിക്കലും മോചനം കിട്ടില്ല, അവർ നമ്മളെ പരിഗണിക്കില്ല. അങ്ങനെയാണ് അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അത് തിരുവല്ലയിൽ നിന്ന്
നമ്മൾ നേരെ കോഴഞ്ചേരിയിലേക്ക് പോകുമ്പോൾ അതെ, എനിക്കറിയാം. ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പോയിട്ടുണ്ടല്ലോ. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, അപ്പോൾ JV കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ സാർ സംശയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ആദിവാസി സമൂഹമുണ്ട്, അവരുടേതായ ആരാധനാ രീതികളുണ്ട്. അതിനെ തകർക്കാൻ നീതിബോധമില്ലാത്ത ഒരു ആൾ കൊടുത്ത റിപ്പോർട്ടാണിത്. ഇത് അപകടം ചെയ്യും കേരളത്തിന്. ജസ്റ്റിസ് കോശി എവിടെ ഇരുന്നാലും ശരി, ഏത് ജസ്റ്റിസ് ആയാലും ശരി, അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഇൻജസ്റ്റിസാണ്. ഇത്തരം ജഡ്ജിമാർ ജുഡീഷ്യറിക്ക് തന്നെ എത്രമാത്രം അനഭിലഷണീയരാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇങ്ങനൊരു റിപ്പോർട്ട് ഒരു ജഡ്ജിക്ക് എഴുതാൻ എങ്ങനെ കഴിഞ്ഞു സാറേ? എന്നാലും ചോദിക്കട്ടെ. ഉദാഹരണത്തിന് സാറിപ്പം കോന്നി വരിക. കോന്നിയിൽ ഈ കല്ലേലി അപ്പൂപ്പൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അതൊരു അപ്പൂപ്പൻ സങ്കല്പമാണ്. അവിടെ ഞായറാഴ്ചയെല്ലാം ചെന്നാൽ തൊഴാനൊക്കത്തില്ല. അവിടെ എനിക്ക് തോന്നുന്നത് സാംബവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടുത്തെ പൂജകൾ നടത്തുന്നത്. ഗുരുവായൂർ മേൽശാന്തിയെ പോലെ തന്നെയുള്ള പരിഗണന അവർക്ക് അവിടെ കിട്ടുന്നത്. അവരാണ് പൂജ നടത്തുന്നത്. അവിടുന്ന് തൊഴുതു പിടിച്ചാണ് ആളുകൾ നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാൻ. അങ്ങനെ സംസ്കാരം ഇവിടെ, ഒരു ഗോത്ര സംസ്കാരം ഇവിടെ ഉണ്ട്, ഒരു പൗരാണിക ഗോത്ര സംസ്കാരം ഉണ്ട്. അതുകൊണ്ട് അപ്പൂപ്പനെ പൂജിക്കുന്ന അമ്പലത്തിൽ ആളുകൾ പോവുകയും അവിടുത്തെ പൂജാരി, അദ്ദേഹം ഏത് സമുദായത്തിൽപ്പെട്ട ആളാകട്ടെ, അദ്ദേഹം കൊടുക്കുന്ന വഴിപാടുകൾ ആദരപൂർവ്വം ആളുകൾ സ്വീകരിക്കുകയും അവിടെ വഴിപാട് നേരുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. അത്ര ഒരു ഗോത്ര സംസ്കാരത്തെ ബോധപൂർവം തകർക്കാൻ നീതിബോധമില്ലാത്ത ഒരാൾ എഴുതി കൊടുത്ത ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും നടപ്പിലാക്കരുത്. ഇത് നടപ്പിലാക്കിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ശുപാർശകൾ അങ്ങനെയാണ്. അതെ സാർ, ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടി ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. ഒന്ന്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ സ്വതന്ത്രമായിട്ട് ഇതിന് തയ്യാറാക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുവെന്നും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛകൾക്ക് അനുസരിച്ചിട്ടാണ് വാസ്തവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ഈ റിപ്പോർട്ടിനകത്ത് കാണുന്നത്. അത് മറ്റ് സമുദായ അംഗങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് പി എസ് സിക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു നിശ്ചയ ശതമാനം റിക്രൂട്ട്മെൻറ്റ്, അതിന് ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഒരു പ്രത്യേക സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കൂടി നടത്തി ഇത്തരത്തിൽ പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് സീറ്റ് കൊടുക്കണമെന്നും തസ്തിക നിർണ്ണയിക്കണമെന്നും ഒക്കെ വളരെ വിശദമായി തന്നെ, അതായത് ഒരു സമുദായത്തിൻ്റെ മാത്രം, അപ്പോൾ ഈ സമുദായത്തിൻ്റെ വോട്ട് കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢ പദ്ധതിക്ക് ഇദ്ദേഹം വഴങ്ങി കൊടുക്കുകയല്ലേ ചെയ്തത്. സാർ, അങ്ങനെ വഴി കൊടുത്താൽ ഇതിനെ എങ്ങനെ ജഡ്ജാണെന്ന് പറയാൻ വെക്കുന്നത്? അതാണ് പറഞ്ഞത് സാർ, പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത്. ഒരു ആളിനെ ജഡ്ജ്, നീതിബോധമുള്ള ന്യായാധിപൻ എന്ന് വിളിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ഒരാളിനെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? ആദരണീയനായ ജഡ്ജിക്ക് പകരം അനാദരണീയനായ ജഡ്ജി എന്ന് പറയേണ്ടി വരത്തില്ലേ? അല്ലേ? അതെ, ആദരണീയനായ ജഡ്ജി ഉണ്ടെങ്കിൽ അനാദരണീയനായ ജഡ്ജിയും വരാമല്ലോ. അപ്പം അത് അല്ല കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുത്തെന്ന് വെച്ചു സാറേ. ഒരാൾ പരിവർത്തനം ചെയ്തോ ഇല്ലയോ തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെൻറ്റാണോ? അതെ, അവർ തന്നെയാണ് പുരോഹിതന്മാരല്ലേ തീരുമാനിക്കുന്നത്. അതെ. എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിസ്ത്യാനിക്കും ഈ ആനുകൂല്യം വാങ്ങിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാം. ഒരു പാതിരിയുടെ സർട്ടിഫിക്കറ്റ് മതി, വേറെ കൂടുതൽ കാര്യമൊന്നും വേണ്ട. ഗവൺമെൻറ് അല്ല സർട്ടിഫൈ ചെയ്യുന്നത്, വില്ലേജ് ഓഫീസറാണോ സർട്ടിഫൈ ചെയ്യുന്നത്? വില്ലേജ് ഓഫീസർ അല്ലല്ലോ സർട്ടിഫൈ ചെയ്യുന്നത്. അവർ പരിവർത്തനം ചെയ്തിരുന്നു എന്ന് സർട്ടിഫൈ ചെയ്താൽ അത് മതി. TM ജേക്കബിൻ്റെ സമയത്ത് ഒരു ജനന സർട്ടിഫിക്കറ്റിൻ്റെ കേസ് സാറിന് അറിയാം. ജനന സർട്ടിഫിക്കറ്റ് SSLC ബുക്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പള്ളിയിലെ മാമോദീസ സർട്ടിഫിക്കറ്റ് മതി. കള്ള മാമോദീസ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജനന തീയതി തിരുത്തി എത്ര പേര് കേരളത്തിലുണ്ടെന്നറിയാം. TM ജേക്കബ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്ത ദ്രോഹമാണ്. സാറേ, എല്ലാ ദ്രോഹങ്ങളും തത്വത്തിൻ്റെ പേരിൽ അങ്ങോട്ട് ചെയ്താൽ അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമാണുള്ളത് സാർ ഒന്ന് ആലോചിക്കണ്ടേ? ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുപാർശകൾ വേറെ നോക്കിക്കോളൂ. തദ്ദേശ സ്ഥാപന പദ്ധതി വിഹിതത്തിൻ്റെ നിശ്ചിത ശതമാനം ജനസംഖ്യാനുപാതികമായി ദളിത ക്രൈസ്തവർക്ക് നൽകണമെന്നാണ്. അതെ അതെ അതെ, ജനസംഖ്യാനുപാതിയായിട്ട് എല്ലാവർക്കും നൽകണ്ടേ? ദളിതർക്ക് മാത്രം നൽകിയാൽ പറ്റില്ല. ഇതെല്ലാവരുടെയും കൂടെ സ്വത്തല്ലേ? ആളുകൾ കൊടുക്കുന്ന നികുതി കൊണ്ട് നടക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലേ സാറേ? ഇത് ചെയ്യണ്ടേ? അതുപോലെ തന്നെ ദളിത ക്രൈസ്തവർ കൂടുതലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ പ്രത്യേക സംവരണം വേണം. ഇത് കൂടാതെ ശുപാർശകൾ എന്തൊരു ഗംഭീരമായ ശുപാർശകളെന്നറിയാം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അടുത്ത സൗകര്യമില്ലെങ്കിൽ നിലവിലെ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ നിയമനത്തിൻ്റെ ഒരുപാട് അവകാശം ഉണ്ടല്ലോ സാറേ, അതിന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കാമല്ലോ. ഇങ്ങനെ ഈ പുതിയ ഇതിപ്പോൾ ഞാനെല്ലാം വായിക്കുന്നില്ല. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതും പുതിയത് പണിയാൻ കഴിവില്ലാത്തതുമായ പള്ളികളുടെ കെട്ടിടം പുതുക്കാൻ സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സഹായത്തിൽ പള്ളി പണിയണം. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ദളിതരെയാണ്. കാരണം അവർക്കുള്ള അവകാശം നഷ്ടപ്പെടുകയും സവർണ ക്രിസ്ത്യാനികൾ ഈ പഴുതുപയോഗിച്ച് സർക്കാർ തൊഴിലുകളിൽ
കടന്നു കയറുകയും ചെയ്യും. ഈ പാവപ്പെട്ട ഇവരെ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ജസ്റ്റിസ് കോശി ഇത് എഴുതുമ്പം ഇത് തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടന സംവരണം കൊടുത്തിരിക്കുന്ന ആർക്കാണ്? മതത്തിന് സംവരണമില്ല. ഹിന്ദു മതത്തിലെ ജാതി വിവേചനത്തിനല്ലേ സാറേ സംവരണം കൊടുത്തത് അല്ലേ? അത് ഇതിപ്പോൾ എല്ലാ പരിധിയുമ്പോഴാണ് ശതമാനക്കണക്ക് പോലും മറികടന്നാണ്. ഹിന്ദു മതത്തിലാണല്ലോ ജാതി വിവേചനം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിലെ ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നവർക്കാണ്. ക്രിസ്ത്യാനികളെല്ലാവരും അയൽക്കാരനെ പോലെ സ്നേഹിക്കാനല്ലേ പറയുന്നത്. അവിടെ ജാതി വിവേചനം ഇല്ലല്ലോ എന്നല്ലേ സങ്കല്പം. ഹിന്ദുമതത്തിലല്ല, യാഥാർത്ഥ്യം അതല്ലല്ലോ. ഹിന്ദുമതത്തിൽ വിവേചനം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ക്രിസ്തുമതത്തിന് വിവേചനം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ അത് സമ്മതിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ആ മതത്തിനകത്ത് വിവേചനമില്ല എന്നല്ലേ അവർ അവകാശപ്പെടുന്നത്. അതനുസരിച്ചല്ലേ ഇവർ അങ്ങോട്ട് പോയത് മോചനം തേടി. അവർക്കത് കൊടുക്കാതിരുന്നത് അന്നത്തെ ക്രൈസ്തവരല്ലേ ചെയ്യാതിരുന്നത്. അപ്പോൾ അവർ ചെയ്ത തെറ്റിന്, അതായത് തങ്ങളുടെ മതത്തിലേക്ക് എത്തിയ, ക്രൈസ്തവ മതത്തിലേക്ക് എത്തിയ ദളിതരെ അർഹമായ സ്ഥാനം കൊടുത്ത് അംഗീകരിച്ച് കൊണ്ടുപോകുന്നതിൽ അവർ വരുത്തിയ തെറ്റിന് പൊതുസമൂഹം പിഴ കൊടുക്കണം എന്ന് ജസ്റ്റിസ് കോശി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ്. ഇതിപ്പോൾ എല്ലാ സർക്കാർ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രത്യേക കോട്ട തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തം സർക്കാർ ചെലവിലാക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇൻജസ്റ്റിസ് റിപ്പോർട്ടാണിത്. ജസ്റ്റിസിൻ്റെ റിപ്പോർട്ടല്ല, ഇൻജസ്റ്റിസിൻ്റെ റിപ്പോർട്ടാണിത്. അല്ല, ചിലത് തിരക്ക് പിടിച്ചിപ്പോൾ പുറത്ത് കൊണ്ടുവന്നത്, കുറച്ച് ഭാഗം മറച്ചു പിടിച്ചിട്ടാണെങ്കിൽ കൂടി പുറത്ത് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഇലക്ഷനെ അത് സ്വാധീനിക്കും. സർ, ഏത് ഗവൺമെൻറ് ആയാലും തിരഞ്ഞെടുപ്പിന് ജനങ്ങളെ നേരിടുമ്പോൾ മിനിമം ഒരു ഡെമോക്രാറ്റിക് സെൻസ് വേണം. എല്ലാ ജനാധിപത്യ മര്യാദകളും മാറ്റിവെച്ച് ഇങ്ങനെ ഇലക്ഷനെ സമീപിച്ച് ഇലക്ഷന് തോറ്റാൽ പിന്നെ ഈ പ്രസ്ഥാനത്തിന് എന്തായാലും സാറേ ഇല്ല. ഒരു ഇലക്ഷൻ കൊണ്ട് രാജ്യം അവസാനിക്കും. 2026 തെരഞ്ഞെടുപ്പോടുകൂടി CPM ഇടതുപക്ഷം അവസാനിക്കുമെങ്കിൽ അവരെന്ത് വേണമെങ്കിലും കാണിക്കട്ടെ. പിന്നെയും അവർക്ക് കേരളത്തിൽ ഇടം വേണ്ടി. നീതിബോധമുള്ള റിപ്പോർട്ടുകൾ നടപ്പിലാക്കണ്ടേ? ആളുകളെ ഇങ്ങനെ ജാതി തിരിച്ചും മതം തിരിച്ചും കാണുന്നത് ശരിയാണോ? ഇങ്ങനെ കണ്ടാൽ ഈ പ്രസ്ഥാനത്തിന് എത്ര കാലം നിലനിൽക്കാൻ പറ്റും? 5 അല്ലെങ്കിൽ 10 കൊല്ലത്തിനകം ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി പോയില്ല. അത്രയൊന്നും പേരും വേണ്ടി വരില്ല. അത് വേറൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന CPM ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് ഇത്തരം തരം താഴ്ന്ന നടപടികൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ചെയ്യുന്നത് അവർക്ക് തന്നെ ദ്രോഹമായി മാറും എന്ന് മാത്രമല്ല, ചരിത്രം എഴുതും. കമ്മ്യൂണിസം വിറ്റ് കാശാക്കിയവരാണ് ഇന്ന് ഇവരെക്കുറിച്ച് ചരിത്രം എഴുതാൻ ഇട കൊടുക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.